പറഞ്ഞോ അല്ലേ? അപ്പൊ പിന്നെ ഞാൻ ഇന്ന് ഒരു സ്ഥലം തന്നെ രണ്ട് പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും അങ്ങനെ ഉണ്ട് കുറെ സ്ഥലങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു വിശേഷമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ എന്ത് പറയാനാണ്, കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ മണി 3:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് ഇന്ന് മുന്നോട്ട് പോകാം കേട്ടോ. അപ്പോ ഈ സ്ഥലത്തിന് രണ്ട് പേരുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. നമ്മുടെ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഏത് സ്ഥലമാണ് എന്ന് ഞാൻ പിന്നാലെ പറഞ്ഞു പോകാം. അതിനു മുമ്പ് എന്റെ ബിൻ വ്ളോഗിലൂടെ കാഴ്ചകൾ കാണാനായിട്ട് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കാണ്. അപ്പൊ പിന്നെ ഇന്ന് വന്നിട്ടുണ്ടോ എന്റെ കൂടെ വന്നോളൂ. ഇത് തമിഴ്നാടാണ്, കന്യാകുമാരി ജില്ലയുമാണ്. അപ്പൊ പിന്നെ നമുക്ക് തൊട്ടടുത്ത് ഒരു കട കണ്ടിട്ടുണ്ട്. ആ കടയിലെ ചേട്ടനോട് തന്നെ ചോദിച്ചു നോക്കാം ആദ്യം. ചേട്ടാ, നല്ല തേന് ഇവിടെ ചെറുതേനുണ്ടോ? ചെറുതേനും പെരുന്തേനും മലയിൽ നിന്ന് കൊണ്ടുവരുന്നതോ? ഇത് പെരുന്തേനോ? ഇത് വലിയ കുപ്പിയിലിരിക്കുന്ന പെരുന്തേന്, ഇത് ചെറുതേന്, എല്ലാം പെരുന്തേന്. അപ്പൊ ചെറുതേന് ഇപ്പൊ കിട്ടാനില്ല. അവിടെ ഇരിക്കുന്നത് ചെറുതേന് നല്ല വിലയാണല്ലോ. മലയിൽ നിന്ന് കൊണ്ടുവരുന്നത് തന്നെ അല്ലേ ചേട്ടാ? നമ്മളെ ഈ ആറുകാണി എന്ന് പറയുമല്ലോ, ആറുകാണി ചെമ്പകപ്പാറ അല്ലേ? അപ്പൊ ഞാൻ ആറുകാണി ചെമ്പകപ്പാറയാണ് കേട്ടോ പൊട്ടിച്ചിട്ടുണ്ട്. ചേട്ടാ, ഈ സ്ഥലത്തിനെ ചെമ്പകപ്പാറ എന്ന് പേര് വരാൻ കാരണം അങ്ങനെ വല്ല ഐതിഹ്യം വല്ല അറിയാവോ? അതറിയില്ല. ആറുകാണി അല്ലേ? കേരളത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മുടെ ചെമ്പകപ്പാറ എന്ന് തമിഴ്നാട്ടുകാർക്ക് ആറുകാണി അല്ലേ ചേട്ടാ? അങ്ങനെയാണ് ചേട്ടൻ പറയുന്നത്. അപ്പൊ ഇതിന് വേറെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇല്ല അല്ലേ? പ്രത്യേകതയൊന്നും ഇല്ല അല്ലേ? അപ്പൊ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെരുന്തേനും ചെറുതേനും ഒക്കെ കിട്ടും അല്ലേ ചേട്ടാ? നല്ല ശുദ്ധമായിട്ട് മലയിൽ നിന്ന് കൊണ്ടുവരുന്ന ചെറുതേൻ. കുറച്ചപ്പുറത്ത് മലയാണ് അല്ലേ ചേട്ടാ? ചേട്ടാ, നമ്മളെ കുറച്ചപ്പുറത്ത് പോകുമ്പോ നമ്മുടെ ഈ ഒരു മണ്ണാമ്പാറ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടോ ആ പോർഷനില്? അതിനെ പറ്റി അറിയില്ല. ആ അപ്പുറത്തെ സൈഡിലില്ലേ? തൃപ്പരപ്പിലുള്ള കട ഇട്ടിരിക്കുകയാണോ ഇവിടെ? അപ്പൊ അതാണ് ചേട്ടൻ അറിയാത്തത് കേട്ടോ. ചേട്ടൻ ഇവിടെയുള്ള ആളല്ല, ഈ പ്രദേശത്തുള്ള ആളല്ല. തൃപ്പരപ്പ് മീൻസ് നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള വീഡിയോ ആ ഭാഗത്ത് അല്ലേ? അരുവിയുടെ തൃപ്പരപ്പ് അരുവിയുടെ അടുത്താണ് ചേട്ടന്റെ വീട്. അതാണ് ചേട്ടൻ അറിയാത്തത് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടെയുള്ള നാട്ടുകാരോട് ഇതെന്താണെന്നൊന്ന് ചോദിച്ചു നോക്കാം. ഭയങ്കര ബിസി ആയിട്ട് ഓർഡർ ഉണ്ട്. ഓൺലൈൻ സംവിധാനം ചെയ്തു കൊടുക്കണം. അഡ്രസ് തിരക്കിയാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം കഴിഞ്ഞാ ബിസി കഴിഞ്ഞില്ല? ഇത് ഇവിടെ ചെമ്പകപ്പാറ എന്ന് പേര് വരാൻ കാരണം അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വർഷങ്ങൾ കൊണ്ട് കണ്ടിട്ടിരിക്കണാണ്. നാണക്കേടാണ്. അല്പം ബിസി എന്നാണ് പറയുന്നത്. അയ്യോ, എനിക്ക് വയ്യ കേട്ടോ. ഇത് നമുക്ക് പരിചയമുള്ള കടയാണ്, അതുകൊണ്ടാണ് അത്രയും സ്വാതന്ത്ര്യത്തോടുകൂടെ വന്ന് ചോദിച്ചത്. അമ്മച്ചി, കടയിൽ ഉടമസ്ഥൻ അങ്ങ് പോയി, മുകളിലോട്ട് കയറിപ്പോയി. നോക്കി അവിടെ ഇല്ല. അതാ നമ്മൾ പറഞ്ഞ പ്രാഞ്ചെന്ന് അമ്മച്ചിമാരോട് പറഞ്ഞവര്. അമ്മച്ചി ഇതാ അവിടെ ഓൺലൈനിൽ എന്തോ ഇത് ചെയ്യാൻ കരുതി അങ്ങ് മുകളിലോട്ട് പോയി. ചെമ്പകപ്പാറയുടെ സ്ഥലത്താണ്, ചെമ്പകപ്പാറയിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ ചെമ്പകപ്പാറ പേരെങ്ങനെ വന്നെന്ന് ആർക്കും വലിയ പിടിയില്ല അല്ലേ? അത് നമുക്ക് അങ്ങനെയാ കേട്ടോ. ചില സ്ഥലങ്ങളിൽ ആർക്കും അങ്ങനെ പേര് പിടി കിട്ടില്ല. എന്തായാലും ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇത് ചെമ്പകപ്പാറയല്ലേ? ഇതിന്റെ പേര് എങ്ങനെ വന്നെന്നല്ല അറിയാവോ? അറിയില്ല. വാവ്, അടിപൊളി കേട്ടോ. ചെമ്പകം നിന്നത് കൊണ്ടാണ് ചെമ്പകപ്പാറ എന്ന പേര് വന്നെന്നാണ് ആന്റി പറയുന്നത് കേട്ടോ. ആന്റിയാണ് ഇപ്പൊ ആൻസർ പറയാത്ത ആളെ ഫോട്ടോ എടുക്കല്ലെന്നാണ് പറയുന്നത്. ആന്റി കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നമ്മള് ആ പേര് അന്വേഷിച്ച് വരികയായിരുന്നു അല്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള പേര് പറഞ്ഞു, അതുകൊണ്ടാണ് അല്ലേ? അപ്പൊ ആറുകാണിയോ? ആറുകാണി. ഓ, ഫോട്ടോ എടുക്കണ്ട, അഭിപ്രായം മാത്രം പറയും. 6 കുടുംബം. അതെ, 6 കാണി കുടുംബം. കാണി മീൻസ് മലയിൽ താമസിക്കുന്ന നമ്മളെ പ്രിയ സുഹൃത്തുക്കൾ, ഇവിടെ ആദിവാസികൾ ഇവിടെ താമസിച്ചത് കൊണ്ടാണ്, നമ്മുടെ ആ സുഹൃത്തുക്കൾ ഇവിടെ താമസിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് ആറുകാണി എന്ന് വരാൻ കാരണം. അവര് എന്നിട്ട് ഇവിടെ താമസിച്ചിട്ട് വീണ്ടും മലയിൽ കയറിപ്പോയോ? ആൾക്കാർ വരെ വേറെ ദേശത്ത് നിന്ന് ആൾക്കാർ വരെ പാവം കേട്ടോ. അവരെല്ലാരും വീണ്ടും മലയിലോട്ട്
ഗവൺമെന്റുകാർ കൊടുത്ത വസ്തുവിലോട്ട് അവര് അങ്ങോട്ട് ഒതുങ്ങി. അതുകൊണ്ട് തന്നെയാണ് 6 ഫാമിലി ഇവിടെ താമസിച്ചത് കൊണ്ടാണ് 6 കാണി ബസ് കേട്ടോ, 6 കാണി എന്ന സ്ഥലപ്പേര് വന്നതെന്നാണ് നമ്മുടെ അടുത്ത ചേട്ടൻ പറഞ്ഞത് കേട്ടോ. ചേട്ടന് മീഡിയയുടെ മുന്നിൽ വരാൻ ഭയങ്കര നാണക്കേടാണോ ചേട്ടാ? സത്യവിരുദ്ധമായിട്ടുള്ള ആൻസർ ആണെങ്കിൽ ചേട്ടൻ ആരെങ്കിലും വല്ലതും പറയുമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ്. ഞാൻ എന്താണ് വിളിച്ചു പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ പ്രദേശവാസികൾ പറഞ്ഞതനുസരിച്ചുള്ള എല്ലാ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മുകളിലൊരു ഫെറോന പള്ളിയുണ്ട് അല്ലേ, നമ്മുടെ 6 കാണി പള്ളി അല്ലേ? പള്ളിയുണ്ട്, സ്കൂൾ ഉണ്ട്, 10ാം ക്ലാസ് വരെയുള്ള പഠനത്തിനുള്ള സ്കൂൾ ഇവിടെ ഉണ്ട്. ദേ കണ്ടോ, അതാണ് പള്ളിയും സ്കൂളും കേട്ടോ. ആ പള്ളി ഒന്ന് എടുത്ത് കാണിച്ചേടാ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഇവിടെ വരെ ഇതിന്റെ ഹൈലൈറ്റ്, അതായത് നമ്മളെ ഈ സ്ഥലത്തിന് ഇപ്പോൾ നമ്മുടെ ചെമ്പകപ്പാറ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളും നമ്മുടെ പള്ളിയും ഒക്കെ കാണാണ്ട് എങ്ങനെയാ പോവുക. അപ്പം ഈ ഫെറോന പള്ളിയിലോട്ടാണ് നമ്മളിപ്പോൾ എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതേ കണ്ടോ, പള്ളിയുടെ ആരാധന വൈകുന്നേര സമയങ്ങളിലാണ്. അപ്പം ഞാനിത് അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഹോളി ഫാമിലി ഫെറോന ചർച്ച് എന്ന് ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. തിരുക്കുടുംബം മറൈവട്ട ദേവാലയം എന്നാണ് 6 കാണി കേട്ടോ. അതാണ് ഫെറോന പള്ളി. ഇതിന്റെ തൊട്ടടുത്ത് സ്കൂള്, ആ സ്കൂളും കൂടെ കാണിച്ചേ. അപ്പൊ ഇവിടത്തെ കാഴ്ചകൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ പള്ളിയുടെ ടോപ്പിൽ പോകുന്നില്ല. എന്തായാലും നമ്മുടെ 6 കാണി വന്നപ്പോ നമ്മുടെ അതായത് ചെമ്പകപ്പാറ വന്നപ്പോ നമ്മുടെ പള്ളി കാണിക്കാണ്ട് എങ്ങനെയാ പോകാം. നമുക്ക് ഇനി പോകേണ്ട സ്ഥലം വെറൈറ്റി ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇനി പോവുകയാണ്. സമയം ഇരുട്ടാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാം. അപ്പം ഇതാ ഈ ഭാഗത്ത് ഹൈസ്കൂളാണ് കേട്ടോ. ഇത് ഹൈസ്കൂളാണ്. പിള്ളേർ നല്ലൊരു ഗ്രൗണ്ടും ഉണ്ട് കേട്ടോ. വാടാ, അതും കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട്. ഇതേ കുട്ടികളൊക്കെ എന്തു പറയാനാണ്, ഫുട്ബോൾ കളിക്കുകയാണ് കേട്ടോ. വോളിബോൾ അല്ല ബാസ്കറ്റ് ബോളാ, എന്തൊരു ബോളോ. എന്തായാലും ബോൾ കളിക്കുകയാണ്. എനിക്ക് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ കേട്ടോ. പിന്നെ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുന്ന ടൈമിൽ എല്ലാ പ്രോഗ്രാമിനും പങ്കെടുക്കുമായിരുന്നു കേട്ടോ. മറ്റേ ഇതുണ്ടല്ലോ, ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഒക്കെ. അത് ഇതില്ല, മറ്റേ ഇത് അല്ലടാ, അതല്ല, എന്തോന്ന് മറ്റേ ഇങ്ങനെ ഈ നമ്മളെ ഇത്ര കിലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തു വെച്ച് ഇങ്ങനെ ഷോർട്ട് പുട്ട്, ഇത് കൊക്കോ, ഇങ്ങനെ കുറെ കളി. എനിക്കിപ്പൊ അതൊക്കെ മറന്നിട്ടുണ്ട് കേട്ടോ. ഇത് വോളിബോള്, ബാസ്കറ്റ് ബോള്, ഇങ്ങനെ ബാസ്കറ്റിൽ എറിയണത്, ഇത് വോളിബോള്. അപ്പം രണ്ടിന്റെയും ഡൗട്ട് എന്റെ പ്രിയ സുഹൃത്തായ ക്യാമറാമാൻ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലവും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും ഇന്ന് സ്ഥലം കാണിക്കാൻ പോകുന്നത് പോളിയാണ്, പോളി. ഇപ്പൊ പിന്നെ പോസ്റ്റ് ഓഫീസും എന്തു പറയാനാ, അതിന്റെ കാലം ഇപ്പൊ എല്ലാം നമ്മുടെ ഓൺലൈൻ കാലഘട്ടം വന്നപ്പം ഇതൊക്കെ ശൂന്യമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. തപാൽ പെട്ടിയാണ്, നമ്മുടെ പോസ്റ്റ് ഓഫീസാണ്. കണ്ടോ, ഇതൊക്കെ കണ്ട കാലം മറന്നു. സത്യം പറയാമെങ്കിൽ കണ്ട കാലം. ഇപ്പൊ ആരും ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ ആയാലും നമ്മുടെ എന്ത് പറയാനാണോ, ആരും അങ്ങനെ അയക്കുന്നില്ല. എല്ലാം ഇപ്പൊ ഓൺലൈൻ കാലഘട്ടം ആയി കഴിഞ്ഞു അല്ലേ. അപ്പൊ അതൊരു പോസ്റ്റ് ഓഫീസാണ്. അതെ, ഇതിന്റെ ബാക്ക് സൈഡ് ഒരു മല കാണാം കേട്ടോടാ. അത് ഏത് കാളിപ്പാറയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ പോയ ഒരു പാറയാണ്. ഇനി കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പാറകളില്ലടാ. ഞാൻ അത്രത്തോളം പാറകളിൽ കയറി റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. പാറയുണ്ട്, 2 പാറയുണ്ട് അല്ലേ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ. ഇനിയുള്ളത് 2 പാറ. അത് മാത്രം പോയില്ല. അതും കൂടെ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ പാറ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വണ്ടി എടുക്കാം, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ ചെമ്പകപ്പാറയൊക്കെ കണ്ടു കഴിഞ്ഞ് നല്ല സ്പോട്ടായിട്ടുള്ള സ്ഥലമൊന്നും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പൊ ഇത് ഇവിടെ വന്നപ്പോ ഒരു കുഞ്ഞു പാലം, അത് കഴിഞ്ഞ് ഇതേ വെള്ളം കേട്ടോ. ഇത് ഏത് ഭാഗത്ത് നിന്ന് എവിടെ നിന്നാണ് ഏത് മലയുടെ മുകളിൽ നിന്നാണ് ഈ വെള്ളം വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് കുറച്ചു ദൂരം വരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ വെള്ളച്ചാട്ടം എവിടെ നിന്ന് വരുന്നെന്ന് നമുക്ക് നോക്കണം. ഒന്ന്, രണ്ടാമത് നമ്മൾ ഇന്ന് അന്വേഷിച്ച് വന്ന പാറ മണ്ണാൻപാറ, മണ്ണാത്തിപ്പാറ. നമ്മുടെ ഇടുക്കി ജില്ലയിൽ എന്തോ അങ്ങനെ ഒരു പാറ ഉണ്ടെന്നാണ് പറയുന്നത്. അതല്ല കേട്ടോ, ഇതിപ്പോ നമ്മളെ ചെമ്പകപ്പാറയുടെ അഭിമാനമായ മണ്ണാൻപാറ, മണ്ണാത്തിപ്പാറ കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർക്ക്, ചിലർക്കൊക്കെ അറിയില്ല, നല്ല പ്രായം ചെന്ന ആൾക്കാർ പറയും കേട്ടോ. ഇതിൽ വലിയ ഐതിഹ്യ കഥകൾ തന്നെയുണ്ട്. എന്റെ കുട്ടിക്കാലത്ത് ഒരു കേട്ടുകേൾവിയാണ് ഇവിടെ വരണം എന്ന് എനിക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറെ കാലം കൊണ്ട് ആഗ്രഹമാണ് കേട്ടോ. അപ്പോഴും നമുക്ക് കുട്ടിക്കാലത്തൊക്കെ ഈ കേട്ടുകേൾവി കഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് തോന്നും, അപ്പോഴത്തെ മനസ്സിലേം തോന്നും നമുക്ക് പോകണമെന്ന്. അന്നൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോഴെന്തായാലും ഞാൻ
അതും അന്വേഷിച്ചാണ് ഇന്നത്തെ യാത്ര. അപ്പം വീണ്ടും എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, കൂടെ വന്നോളൂ കേട്ടോ, നമുക്ക് ഇതുവഴി പോവാം. ഇപ്പൊ കുറെ ആൾക്കാർ എന്നോട് പറഞ്ഞു ഈ ചൂട് സമയത്ത് ഇറങ്ങി നടക്കരുത്, പുലിയുണ്ട്, പുലി അതൊന്നും നോക്കാതെയാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. കുറേ ദൂരം ഞാൻ വാഹനം അവിടെ കൊണ്ട് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് വരെയാണ്. രണ്ട് സൈഡും സത്യം പറയാമെങ്കിൽ നല്ല കാടാണ്, നല്ല വഴി സൗകര്യമുണ്ട് കേട്ടോ, നല്ല റോഡുണ്ട്. പിന്നെ സത്യം പറയുമെങ്കിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ അമ്പൂരിയിൽ പുലി വന്നല്ലേ, പുലി വന്നത് കൊണ്ട് എല്ലാരും പറഞ്ഞത് കുറച്ച് നാളത്തേക്ക് നീ ഈ കാട് മലയൊക്കെ മാറ്റി വെക്കണം, കേറാനായിട്ട് പോകരുത് എന്നാണ് പറഞ്ഞത്. കാരണം പുലി വന്നതുകൊണ്ട്. പക്ഷെ ആ പ്രദേശത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. പുലി ഏത് സമയം വേണമെങ്കിലും പതിയിരുന്ന് ചാടാം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇവിടെ വരെ വന്ന സ്ഥിതിക്കാണോ പുലിക്ക് ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും ഇതുവഴി കുറച്ചുകൂടെ നടക്കണം കേട്ടോ. കണ്ടോ, അങ്ങനെ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ചോദിച്ചു നോക്കാൻ. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. ഒരാളെ കണ്ടിട്ടുണ്ട്. പുള്ളി വേണ്ട ക്യാമറ തിരിക്കണ്ട കേട്ടോ, ഇച്ചിരി കഴിച്ചിട്ടുണ്ട്. ആള് ആടിയാണ് വരുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് തിരിക്കണ്ട ക്യാമറ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാം കേട്ടോ. അങ്ങോട്ടാണ്, കൂടെ വന്നോളൂ. മാമാ എന്താരും മിണ്ടാതിരിക്കുന്നേ? പുതിയ ആളായതുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ആണോ? എന്നെ കണ്ടിട്ടില്ല? ചായ കുടിച്ചോ? കുടിച്ച്. അപ്പോഴേ മാമ നമുക്കേ ആരാ ഫോണ് പൈസ കയറ്റി തന്നത്? കോൾ വിളിക്കേ? ആരിട്ട് തന്നത്? ഇവിടെ നമുക്കേ ഈ ഇവിടെ ഏത് മണ്ണാൻപാറ, മണ്ണാത്തിപ്പാറ മുകളിൽ ഇതുവഴി കയറി പോകാൻ പറ്റുമോ? അതിലേ പോവാ. ആ പാറയിൽ കേറാൻ പറ്റുമോ? കേറാം. എന്നെ കൊണ്ട് പറ്റുമോ? വാവ്, നമ്മുടെ മാമ പറഞ്ഞു കഴിഞ്ഞ് എന്നെ കൊണ്ട് കേറാനൊക്കെ പറ്റുമോന്ന്. സുഖമായിട്ട് പോവാ. അപ്പോഴേ എന്തായാലും ഒരല്പം നേരം ഇരിക്കട്ടെ കേട്ടോ, ക്ഷീണം മാറട്ടെ എന്നാണ് പറയുന്നത്. സത്യം കുറെ ദൂരം നമ്മൾ നടന്നു വന്നതല്ലേ. മാമ ഞാൻ ചോദിക്കണതേ, ഈ പാറയ്ക്ക് കുറെ ഐതിഹ്യം ഉണ്ടെന്ന് പറയുന്നല്ലോ. നമ്മുടെ ഉണ്ട്, അത് എങ്ങനെയാണ്? എങ്ങനെയാന്ന് പറഞ്ഞ പണ്ട് മണ്ണാനും കൂടെ മുനി ദിവസിരുന്ന സ്ഥലത്ത് കൂടെ പേര് പോയത്. അങ്ങനെ അദ്ദേഹം ശവിച്ച് പാറായിട്ട് ഇവിടുന്ന് കിടപ്പുണ്ടായിരുന്നു നേരത്തെ. കഥ മതി, ട്വിസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ കഥ കുറെ കൂടെ ഉണ്ട് അല്ലേ മാമ? കുറെ കൂടെ ഉണ്ട്. അത് നമ്മള് എന്തായാലും വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം വരെ കാണുക. കണ്ടതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഞാനിത് ഇവിടെ ഒരു കുഞ്ഞു ചായക്കടയുണ്ട്, ചായ കുടിക്കട്ടെ? അപ്പൊ നമ്മള് ഇവിടെ ചായ കുടിക്കാന് പലഹാരം ഉണ്ട് അല്ലേ? നമുക്കൊരു സ്ട്രോങ് ചായ. അല്പം മധുരം കുറച്ചു മതി എനിക്ക്. ഒരേ ചായ മധുരം കൂട്ടി വരുന്നത് കുറച്ച്. സീരിയൽ നടിയൊന്നും അല്ല, നിങ്ങളുടെ നാട്ടുകാരിയാണ് ഞാൻ. നിങ്ങൾ അധികം എന്നെ കണ്ടു കാണത്തില്ല. കാരണം ഇപ്പൊ കുറച്ച് ഒരു 1-2 വർഷം കൊണ്ട് ആണ് ഞാൻ പുറത്ത് ചാടിയത്. എന്നാന്ന് കേട്ടില്ല? സോഷ്യൽ മീഡിയ. അതെ, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു 1.5 വർഷം ആയതേ ഉള്ളൂ. അതുവരെ ഞാൻ എന്റെ വീട്ടമ്മയായിരുന്നു. വീട്ടിനകത്ത് ഇരുന്നത് കൊണ്ടാണ് നിങ്ങൾ ആരും എന്നെ കാണാത്തത്. ഇനി കണ്ടോളും. താമസം നിങ്ങളുടെ സ്വന്തം നാട്ടുകാരി ഇതിന്റെ അപ്പുറത്താണ് കേട്ടോ, അമ്പൂരി എന്ന് പറയാം. അപ്പൊ ഒരു സ്ട്രോങ് ചായ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ അങ്ങോട്ട് പോകുന്നത് പുരവിമല കേട്ടോ. പൊരിമല അല്ലേ? പൊരിമല പോകുന്ന ബസ്സാണ്. ഇപ്പൊ ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അങ്ങോട്ട് പോകാനായിട്ട് അല്ലേ? എപ്പോഴും ബസ് ഉണ്ടോ അതോ രാവിലെയും വൈകുന്നേരം? സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണോ? അതെ. അമ്പൂരി പഞ്ചായത്തിന് അല്ലേ? ഓക്കെ. അതെയോ? ആദിവാസി കുട്ടികൾക്ക് വേണ്ടി അമ്പൂരി പഞ്ചായത്തിൽ നിന്നും ഇട്ടിരിക്കുന്ന ഒരു ബസ്സാണ് കേട്ടോ. അപ്പൊ എന്തോന്ന്, ഏത് മല? പുരവിയല്ലല്ലോ, പൊരിമല, കാരിക്കുഴി പൊരിമല കേട്ടോ. പരവിമല, പുരവിമല, പൊരിമല എന്നൊക്കെ പറയും അല്ലേ ഇതിന് പേര് അല്ലേ? പുരവിമല എന്ന് പറയൂലേ? പുരവിമല, പരവിമല, പൊരിമല, കാരിക്കുഴി, ഇങ്ങനെ പല വിധത്തിലൊക്കെ അറിയപ്പെടും. അപ്പൊ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ബസ് വിട്ടയക്കുന്നത്. 2 ട്രിപ്പ് പാലത്ത് അവിടെ. അതെ.
അപ്പൊ പാലം വഴി അപ്പൊ രാവിലെയും വൈകുന്നേരം മാത്രമേ ബസ്സുള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പഞ്ചായത്തിന്റെ വക അല്ലേ? പഞ്ചായത്ത് നിന്നിട്ടിരിക്കുന്നതാണോ? പഞ്ചായത്ത് വഴി, പഞ്ചായത്തിന്റെ, അമ്പൂര് പഞ്ചായത്തിന്റെ, അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തോന്ന് പറഞ്ഞത്? അങ്ങോട്ട് പോകല്ലെന്നാ പറഞ്ഞത്. ഇപ്പോ എവിടെ പോകല്ലെന്ന് ഞാൻ പറഞ്ഞത്? മണ്ണാൻപാറ, മണ്ണാത്തിപ്പാറ തന്നെ ആണോ? ആണോ? ഉള്ളതാണോ? അപ്പൊ എന്നോട് ഇപ്പം പറയാ അങ്ങോട്ട് പോകരുത് എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ നിക്കുകയാണ് ഇവിടെ. എല്ലാരും എന്താ പറയുന്നത്? അങ്ങോട്ട് അങ്കിൾ എന്താ പറയുന്നതെന്ന് കാണിച്ചു കൊടുത്തേ. ഞാൻ അങ്ങോട്ട് പോണോ? സ്നേഹമുള്ള എത്ര പേരുണ്ടോ നോക്കാം. ഞാൻ അങ്ങോട്ട് പോണോ പോണ്ടേ? മണ്ണാൻപാറ, മണ്ണാത്തിപ്പാറ കാണാൻ ഞാൻ അങ്ങോട്ട് പോണോ? നാളെ പോവാനാ? അപ്പൊ അവിടെ ആനയും പുലിയും ഉണ്ടെന്ന് പറഞ്ഞതോ ചേട്ടൻ പറഞ്ഞതോ? അത് ഫോറസ്റ്റിന്റെ ഇതുണ്ടെങ്കിൽ പോവാ. ആണോ? വനപ്രദേശം ആണോ? അത് ഫോറസ്റ്റ് ഏരിയ. വരുന്നുണ്ടോ? അങ്ങോട്ട് കാണിച്ചേ. ഞാൻ എവിടെ ആയിക്കോട്ടെ. ഇപ്പൊ എന്റെ കൂടെ മണ്ണാത്തിപ്പാറ കയറാൻ വരുന്നതാണോ ചോദ്യം? പിന്നെ എപ്പോ വരും? 5 കിലോമീറ്റർ ഉണ്ട്. പിന്നെ എപ്പോഴും വരും? സോറി, മണ്ണാൻപാറ, മണ്ണാത്തിപ്പാറ കാണാൻ എപ്പോ വരുമെന്നാണ് ഞാൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ. ആണോ? ആണോ? അവര് ഭാര്യയും ഭർത്താവും ഉണ്ട്. മതി കേട്ടോ, ക്യാമറ ഇരിക്കണം എന്നാണ്. ഓ, ഇവിടെ ക്യാമറ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടന് പൈസ കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് വിടവാങ്ങാൻ. കാരണം മണി എത്രയായി? ഇവിടെ ചായ കുടിച്ച പൈസ. നേരത്തെ വന്ന്. അപ്പൊ എന്റെ സബ്സ്ക്രൈബർ ആണോ? എന്നെ അറിയാവോ? ആണോ? ഏതിനു മുമ്പേ? വീഡിയോയിൽ വരുന്നതിന് മുമ്പേ? ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 1.5 വർഷം. അറിയാം. അപ്പൊ എന്നെ അറിയാന്നുള്ള ഇത്രയും നമ്മുടെ അങ്കിളുമാരും ചേട്ടന്മാരും ഒക്കെ നിക്കണം. അതിൽ ഒരാളെ ഉള്ളൂ എന്നെ അറിയാം. ബാക്കി ആർക്കും അറിയില്ലല്ലോ. ഫസ്റ്റ് കാണുന്നതാണ്. ചേട്ടാ, ചായ സൂപ്പറാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. അടിപൊളിയാണ്, നല്ല കടുപ്പവും എനിക്ക് പറ്റിയ ചായയാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. ചായ പൊളിയല്ലേ? പൊളി ആയതുകൊണ്ടാണ് കൗണ്ടർ അടിക്കണാണ് കേട്ടോ. ഡ്യൂപ്ലിക്കേറ്റ് എന്നല്ല, നല്ല 1-ാം തരം പശുവും പാല് കേട്ടോ. കവർ പാല് ഇവിടെ യൂസ് ചെയ്യത്തില്ല അല്ല ചേട്ടാ? പിന്നെ അപ്പൊ നമുക്ക് പോവാം കേട്ടോ. സത്യം പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ ഉദ്ദേശിച്ച് വന്ന സ്ഥലത്തും നമുക്ക് ഇരുട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഷൺമുഖ അവേ ഷൺമുഖി. അപ്പൊ പിന്നെ നമ്മൾ അവിടെ കുറച്ചു നേരം ഇരുന്ന് സൊറയൊക്കെ പറഞ്ഞിട്ട് നേരെ ഇവിടെ എത്തിയിട്ടുണ്ട്. സോറി കേട്ടോ, സോറി ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും സോറി പറയാണ് നിങ്ങളോട്. ഇന്ന് നമുക്ക് എന്തായാലും മണ്ണാൻപാറ, മണ്ണാത്തിപ്പാറ കയറാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ താമസിച്ച്. അപ്പൊ എരപ്പാൻ കുഴി വെള്ളച്ചാട്ടം നമ്മൾ പഴയ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് മറു സൈഡിൽ നിന്ന് കാഴ്ചകൾ കാണുമ്പോൾ ആ ഭാഗത്തൂടെയാണ് വന്നത് കേട്ടോ. ഇന്ന് പോകുന്നത് ഈ ഉൾക്കാട്ടിലൂടെ ഇറങ്ങി ദൈവമേ, പുലിയുണ്ടോന്ന് ഒന്നും അറിയില്ല. ഇതുവഴി വല്ല രാജവെമ്പാലയുണ്ടോ? അപ്പോ ഇതുവഴിയാണ് നമ്മൾ ഇറങ്ങി പോകേണ്ടത്. വീണ്ടും ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് ക്ഷണിക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കിയിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാട്ടോ. അപ്പൊ പിന്നെ ചോദിക്കാണ്, കൂടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? അമ്മേ, അങ്ങനെ നമ്മള് കുറച്ചു ദൂരം ഒരു കുറ്റിക്കാട്ടിൽ കുറേ ദൂരം വണ്ടി നമുക്ക് അവിടെ നിന്ന് ഇവിടെ വരെ വരത്തില്ല. ഈ പോർഷനിൽ വരുമ്പോ കേട്ടോ. അതിപ്പോ മറു സൈഡിലുള്ള പോർഷനിൽ ഈ വെള്ളച്ചാട്ടം കാണാൻ വന്നാലും വണ്ടി വരത്തില്ല. എന്നാലും വണ്ടി ഒരിടത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതുവഴി നമ്മൾ ഇറങ്ങി ഇതേ ഇവിടെ. അമ്മേ, അപ്പൊ വീണ്ടും പറഞ്ഞു പോവുകയാണ്. അണമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? അപ്പൊ തമിഴ്നാടാണ് അണമുഖം. വീണ്ടും പറഞ്ഞു പോവുകയാണ്. ഇവിടെ വന്നപ്പോഴേ എനിക്കൊരു കുരിശാണ് കാണാൻ സാധിച്ചത്. ഇവിടെ വരുമ്പോ സൂക്ഷിക്കുക കേട്ടോ. ഇവിടെ താഴെ ഒരു വലിയ കുഴിയാണ്. ഇവിടെ ഒരു കുരിശാണ്. എന്താണ് ഏതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ വെള്ളച്ചാട്ടം മറു സൈഡിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പുറത്തെ സൈഡ് ഞാൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കുരിശാണ് അവിടെ കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കുറ്റിക്കാട് വഴി, ആ കാടൊന്ന് അങ്ങോട്ട് തിരിച്ച് കാണിച്ചു കൊടുത്തേ. ആ കാട് വഴി നമുക്ക് നോക്കി നടക്കണം കേട്ടോ. വെള്ളത്തിലോട്ട് വീഴരുത്. നമുക്ക് എൻ്റെ അമ്മേ എന്താണെന്നറിയില്ല. ഇതുവഴിയാണ് നമ്മൾ
നമ്മൾ ഉദ്ദേശിക്കുന്ന വെള്ളച്ചാട്ടത്തിൽ എത്തിപ്പെടേണ്ടത് കേട്ടോ. നല്ല ഉൾക്കാടാണ്. നമുക്ക് സന്ധ്യക്ക് മുമ്പേ ഇങ്ങോട്ടൊന്ന് കാണിച്ചേടാ. സന്ധ്യക്ക് മുളം കാടാണ്. ഇല്ലി മുളം കാടുകളിൽ അല്ലലലം പാടി വരും തെന്നലേ പൂന്തെന്നലേ. വലിയ കുഴിയാണ്. അപ്പൊ സന്ധ്യക്ക് മുമ്പ് നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. കാരണം കണ്ടോ, ഈ വഴി തന്നെ ഇടിഞ്ഞു കിടക്കുകയാണ്, മണ്ണ് ഇടിഞ്ഞു കിടക്കുകയാണ്. ഒന്നാമത് എനിക്ക് നീന്തൽ അറിയില്ല. കൂടെ വരുന്ന ആൾക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല. അറിയാവോടാ നീന്തല്? ഇല്ല. അപ്പൊ നമ്മൾ രക്ഷപ്പെട്ടു വെള്ളത്തിൽ വീണ കേട്ടോ. നീന്തൽ അറിയില്ലല്ലോ. അപ്പൊ ഇതുവഴിയാണ് കിളികളുടെ സൗണ്ട് കണ്ടോ, അടിപൊളിയായിട്ട് കിളികളുടെ സൗണ്ട് കേൾക്കാം. അപ്പൊ ഇതുവഴി ഞാൻ വീണ്ടും പോകാൻ സൂക്ഷിക്കണം കേട്ടോ. അന്ന് വീഴരുത്, കാരണം എനിക്ക് നീന്തൽ അറിയില്ല. അങ്ങനെ എന്തായാലും അമ്മേ ഒരു 1/2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് 1/2 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്ത് എത്തിപ്പെടാൻ. അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം അണ്ണമുഖം കേട്ടോ. അണ്ണമുഖം. ഈ വാട്ടർഫാൾസിന്റെ പേര് ഇരപ്പ് എന്നാണ്. മറു സൈഡിൽ നിന്നാലും ഇരപ്പ് തന്നെയാണ് കേട്ടോ. വാട്ടർഫാൾസിന് ഒരേ ഒരു പേരേ ഉള്ളൂ. പക്ഷെ സ്ഥലങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മറു സൈഡിലാണെങ്കിൽ അമ്പൂരി കേട്ടോ. അമ്പൂരിയാണ്. ഇപ്പുറത്ത് നോക്കിയാൽ അണമുഖം. ഇത് മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. എന്തായാലും ആ വാട്ടർഫാൾസ് ഒന്ന് എടുത്ത് കാണിച്ചേ. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്റെ കുഞ്ഞു മക്കളെ, ഈ വാട്ടർഫാൾസിന്റെ അവിടെ നിൽക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞ നല്ല കരച്ചിൽ വരുന്നു കേട്ടോ. നല്ല സങ്കടം വരുന്നു. കാരണം എന്താണെന്നറിയാമോ, ഒരുപാട് കുഞ്ഞു ജീവൻ പൊലിഞ്ഞ സ്ഥലവും കൂടെയാണ്. എനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യ. ആ സ്ഥലം കാണിച്ചു കൊടുത്തരാം. ആ വാട്ടർ വീഴുന്ന സ്ഥലം, അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു കുഴിയാണ് കേട്ടോ. ആ കുഴിയിൽ വീണവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഈ ഇടയ്ക്ക് ഒരു മരണം നടന്നതാണ്. എത്രയോ മരണങ്ങൾ അങ്ങനെ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ പൊന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ വരുമ്പോ സൂക്ഷിക്കുക. കാരണം എനിക്ക് ഭയങ്കര സങ്കടം തോന്നുക ഈ സ്ഥലത്ത് നിൽക്കുന്ന ടൈമില്. അത്ര സങ്കടം തോന്നുക. എനിക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി. വെള്ളത്തിൽ വീണിട്ട് ലാസ്റ്റ് മുകളിൽ കൈ മാത്രമേ ഉണ്ടുള്ളൂ. ആ പുള്ളി എന്നോട് അനുഭവം പറയുമ്പോൾ ഞാൻ അറിയാണ്ട് കണ്ണുനീര് വീണ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാട്ടർഫാൾസ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇരപ്പ് വാട്ടർഫാൾസ് കേട്ടോ. മുകളിൽ നിന്ന് കുളിക്കുക. ഈ കുഴിയിലോട്ട് ദയവ് ചെയ്ത് ആരും ചാടരുത്. എനിക്ക് ഇതിൽ കൂടുതൽ വലുതായിട്ട് എന്റെ സൗണ്ട് വരെ അടഞ്ഞ വലുതായിട്ട് പറയാൻ അറിയില്ല. അത്ര സങ്കടത്തോടു കൂടെയാണ് പറയുന്നത്. വീണ്ടും ഞാൻ പറഞ്ഞു പോവുകയാണ്, നമ്മുടെ ജീവൻ നമ്മളായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇതൊക്കെ തന്നെയാണ്. അതെ, അപ്പൊ പിന്നെ നമുക്ക് തോന്നും ഇതൊരു കുഞ്ഞു വാട്ടർഫാൾസ് അല്ലേ എന്ന്. അല്ല കേട്ടോ, കുഞ്ഞാണെങ്കിൽ പോലും അപകടം നിറഞ്ഞ വാട്ടർഫാൾസ് ആണ്. ആ ബോർഡ് ഒന്ന് കാണിച്ചു കൊടുത്തേടാ. ഇത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപകട മേഖല എന്നായിരിക്കും മറു സൈഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ബോർഡ് മാത്രമേ കാണാവൂ. അപ്പൊ പിന്നെ ഈ വെള്ളത്തിന്റെ കളർ കണ്ടു കഴിഞ്ഞാൽ ഒരു എന്ത് പറയുന്നത്, ചാണാ പച്ച എന്നൊക്കെ പറയും. നമ്മുടെ ചെറുപയർ കളറിന്റെ ആ ഒരു കളറിന്റേതാണ് ഈ വെള്ളത്തിന് കേട്ടോ, ഈ വാട്ടറിനുള്ളത്. അപ്പോ നമ്മള് ഒരു ദിവസം ഇപ്പൊ ഞാൻ ഈ സ്ഥലത്ത് ഇറങ്ങി എന്ന് വിചാരിച്ചു. ഇന്ന് ചിലപ്പോ താഴ്ച കാണത്തില്ല. നമുക്ക് തോന്നും അടുത്ത ദിവസം നമ്മൾ വരുമ്പോ അവിടെ ഇറങ്ങി നോക്കി നോക്കാം. അങ്ങനെ അപകടം പറ്റിയ ഒത്തിരി പേര് അനുഭവം പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം കേട്ടോ. അപ്പൊ വീണ്ടും ഞാൻ പറഞ്ഞു പോകണം, എന്റെ പൊന്നു മക്കളെ, എന്റെ പൊന്നു സുഹൃത്തുക്കളെ, വരുമ്പോൾ വളരെ സൂക്ഷിക്കുക കേട്ടോ. വളരെ സൂക്ഷിക്കുക. എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയാവൂ. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ കണ്ടോ, ഇവിടുത്തെ പ്രകൃതി ഭംഗിയൂടെ ഒന്ന് എടുത്ത് കാണിച്ചിടാം. അങ്ങോട്ടൊന്ന് നോക്കിയേ. അപ്പൊ വീണ്ടും പറഞ്ഞു പോവുകയാണ്, ഇരപ്പ് വാട്ടർഫാൾസ്. ഈ ഇടയ്ക്ക് ഒരു മരണം നടന്നു കേട്ടോ. സത്യം പറയാമെങ്കിൽ വീണ്ടും എന്ത് പറയാനാണ്, ഈ ഇരപ്പ് വാട്ടർഫാൾസിനോട് ഞാൻ വിട വാങ്ങുകയാണ്. സങ്കടത്തോടു കൂടെ കേട്ടോ. അത്രയും മനസ്സിന് നല്ല സങ്കടമുണ്ട്. എന്ത് പറയാനോ, ഒന്നും പറയാനില്ല. അപ്പൊ പിന്നെ നമ്മുടെ 2 പേര്, അതായത് ഒരു സ്ഥലത്തിന് 2 പേരുള്ള സ്ഥലവും അന്വേഷിച്ചാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അവസാനം എത്തിപ്പെട്ടത് നമ്മൾ ഇവിടെയാണ് കേട്ടോ. നമ്മുടെ പാറ കയറ്റം ഒന്നും നടന്നില്ല. അതൊക്കെ ഞാൻ പിന്നാലുള്ള ഒരു വീഡിയോ ചെയ്തു വരാം. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ. അപ്പൊ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാ പിന്നെ ലൈക്കും കമന്റ്സും ഒക്കെ എഴുതി അറിയിക്കണം. നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ 2 പേരുള്ള ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പൊ പിന്നെ ഓക്കെ ബൈ. നമ്മുടെ അമ്പൂരിന്ന് എനിക്ക് കുറച്ച് ദൂരേ ഉള്ളൂ കേട്ടോ. ഒരു 4-5 കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോ ഉള്ളത് കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാണ്. വരുന്നുണ്ട് വീട്ടിലോട്ട്.